الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه അഫ്ആലുൽ മദ്ഹി വദ്ദമ്മി. അഫ്ആൽ എന്ന് പറഞ്ഞാൽ ഫിഅലുകൾ, ഇസ്മുകളുമല്ല ഹർഫുകളുമല്ല. 100 ആമിലുകളിൽ ഇനി 4 ഫിഅലുകളായ ആമിലുകളെ കുറിച്ചാണ് പറയുന്നത്. ഫിഅലുകളിൽ എങ്ങനത്തെ ഫിഅലുകൾ? അൽ മദ്ഹി, മദ്ഹ് പറയുന്ന ഫിഅലുകൾ, മാതൃക. മദ്ഹുമായി ബന്ധപ്പെട്ട് മദ്ഹ് പറയുന്ന വദ്ദമ്മി, ദമ്മും. അപ്പൊ മദ്ഹിന്റെയും, മദ്ഹ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, മഹത്വം പറയുക. ദമ്മ് എന്ന് പറഞ്ഞാൽ ആക്ഷേപം പറയുക, ശപിക്കുക, ചീത്ത പറയുക, മോശം പറയുക എന്നൊക്കെ പറയാം. അപ്പൊ മദ്ഹ് ചെയ്യുന്ന ഫിഅലുകളും ദമ്മ് ചെയ്യുന്ന ഫിഅലുകളും 100 ആമിലുകളിൽ പെട്ടതാണ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു പദം അല്ലെങ്കിൽ ഒരു കൂട്ടം പദങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൂർണ്ണമായ ഒരു ആശയം നമുക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവർക്കും മനസ്സിലാവും. അപ്പൊ അഫ്ആലുൽ മദ്ഹി വദ്ദമ്മി എന്നുള്ളത് ഇന്നത്തെ പാഠത്തിന്റെ പേരാണ്. അപ്പോ അതിൻ്റെ ആശയം എന്താണ്? ഇന്ന് എടുക്കാൻ പോകുന്ന പാഠം മദ്ഹിനെയും ദമ്മിനെയും പറ്റി പറയുന്ന ഫിഅലുകളെ കുറിച്ചുള്ളതാണ്. ഏതൊരു പദം അല്ലെങ്കിൽ ഒരു പദങ്ങൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണമായ ആശയം നമുക്ക് കിട്ടണം. അപ്പൊ നമ്മളിവിടെ യൂണിറ്റ്, ഇത്ര യൂണിറ്റ് അല്ലെങ്കിൽ ഇത് എന്നുള്ള ഭാഗം അവിടെ കളഞ്ഞുപോയി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് സങ്കല്പിച്ചു കൊടുക്കുക, ഹാദാ അഫ്ആലുൽ മദ്ഹി വദ്ദമ്മി, അല്ലെങ്കിൽ ഹൗലാഇ, ഇനി പറയാൻ പോകുന്നത്. വളരെ നല്ല ചോദ്യമാണ്. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ മറുപടി പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ഇവകൾ ഫിഅലുകളാണ്. അപ്പൊ ഹൗലാഇ എന്ന ഒരു മുബ്തദ കളയപ്പെട്ടു. എല്ലാം പറയുമ്പോൾ നമ്മുടെ കിതാബ് ദീർഘമായി പോകും. അപ്പൊ ചിലതൊക്കെ എല്ലാവർക്കും അറിയുന്ന സമയങ്ങളിൽ കളയേണ്ടി വരും. ഓപ്പൺ ദി ഡോർ എന്ന് പറഞ്ഞു, വാതിൽ തുറക്കൂ. ആ സമയത്ത് ഇംഗ്ലീഷിന്റെ നിയമങ്ങൾക്ക് എതിരായി സംഭവിക്കുന്ന ഒന്നാണത്. ശരിക്കും അങ്ങനെ ഓപ്പൺ ദി ഡോർ എന്നുള്ളത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് സ്ട്രക്ചറിനെതിരാണ്. പക്ഷെ അവിടെ യു എന്ന് ഒരു സബ്ജക്റ്റ് അവിടെ കളഞ്ഞ് പോയിട്ടുണ്ട്. യു ഓപ്പൺ ദി ഡോർ എന്നാണ്. അതേപോലെ ഇവിടെ നമുക്കറിയാലോ ഇനി പറയാൻ പോകുന്നത് ഫീലുകളാണ്. അപ്പൊ ഇവകൾ എന്നുള്ള ഹൗലാഇ എന്നുള്ള ഒരു മുബ്തദ കളയപ്പെട്ടു.
അഫ്ആലു എന്നത് ആ മുബത്തദഇന്റെ കളയപ്പെട്ട മുബത്തദഇന്റെ ഖബറാണ്. ഖബറിന് ഇഅ്റാബ് റഫ് ആണ്. ലമ്മത്ത് കൊണ്ടാണ് റഫ് ചെയ്ത ആമില് നമ്മൾ നഹ്വുൽ വാദിഹിൽ പഠിച്ചതുപോലെ ഇബ്തിദാ എന്ന മഅനവിയായ ആമില് കാണൂല. കാണുന്ന സൈസ് ആമിലുണ്ട്, കാണാത്ത സൈസ് ആമിലുണ്ട്. ഇത് കാണാത്ത സൈസ് ആമിലാണ് ഇവിടെ റഫ് കൊടുത്തത്. നമ്മൾ കുറേ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇതുവരെ പഠിച്ച ആമിലുകളൊക്കെ കാണാം, നമുക്ക് ലഫ്ളിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ അത് കാണാത്ത, ലഫ്ളിൽ ഉപയോഗിക്കാത്ത, ലഫ്ളിൽ വരാത്ത ആമിലാണ്. അൽ മദ്ഹി എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. ഫീലുകൾ എന്ന് പറഞ്ഞ എല്ലാ ഫീലുകളെ കുറിച്ചും അല്ല നമ്മൾ പറയുന്നത്, മദ്ഹിന്റെ ഫീലുകൾ. അപ്പൊ നോക്ക്, അഫ്ആല് എന്നതിനെ അൽ മദ്ഹി എന്ന ഒരു ഇസ്മിലേക്ക് ചേർത്തു. അങ്ങനെ ചേർത്ത സമയത്ത് ആ മുലാഫ് ഇലൈഹി, ചേർക്കപ്പെട്ടതിന് മുലാഫ് ഇലൈഹി എന്ന് പറയും. ഏതിലേക്കാണോ ചേർത്തത് എങ്കിൽ അതിന് മുലാഫ് ഇലൈഹി എന്ന് പറയും. ചേർക്കുന്നത് നമ്മളാവുമ്പോൾ ചേർക്കണ ആള് നമ്മളും. അഫ്ആല് എന്നതിനെ നമ്മൾ ചേർത്തു, അപ്പോൾ അഫ്ആല് എന്നുള്ളത് മുലാഫു ആയി. അപ്പോൾ അൽ മദ്ഹി എന്നുള്ളതിന് മുലാഫ് ഇലൈഹിക്ക് എപ്പോഴും ജറായിരിക്കും. ജറ് ചെയ്ത ആമില് അഫ്ആല് എന്ന മുലാഫ്, അഫ്ആല് എന്ന മുലാഫ്. അപ്പോൾ എങ്ങനെയാണ് ജറ് കിട്ടിയത്? കസ്റത്ത് കൊണ്ടാണ് ജറ് കിട്ടിയത്. എങ്ങനെയുള്ള കസ്റത്താണ്? നമുക്ക് കാണാൻ പറ്റുന്ന മദ്ഹി എന്ന് ഹാ കാണുന്നുണ്ട്. വാവ് നമ്മൾ നഹ്വുൽ വാദിയിൽ അവസാന ഭാഗങ്ങളിൽ പഠിച്ചു. അത് അത്ഫ് ചെയ്യുന്നതാണ്, ചേർക്കുന്നതാണ്. അപ്പോൾ എവിടേക്കാ ചേർക്കുന്നത്? അത്ഫ് ചെയ്യുന്നത് അൽ മദ്ഹി എന്നുള്ളതിലേക്കാ ചേർക്കുന്നത്. ദമ്മി എന്ന ഇസ്മിനെ മദ്ഹ് എന്നതിലേക്ക് അത്ഫ് ചെയ്തു പറഞ്ഞു. ആൻഡ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് പോലെ ആൻഡ്. അപ്പൊ ഈ 3 പദം, പിന്നെ കളയപ്പെട്ട ഒരു ഹ ഉലായി എന്ന പദവും ചേർന്ന് ഒരു ഇസ്മിയായ ജുംലയാണ്. ഹ ഉലായി അഫ്ആലുൽ മദ്ഹി വദ്ദമ്മി എന്നാണ് അവിടെ ഉണ്ടാവുക. എന്താ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് റാഫിക്ക? അങ്ങനെ തന്നെ പറയേണ്ടത്. അയ്യോ, അടുത്ത സുഹൈൽ സാർ പറയട്ടെ. സുഹൈൽ സാർ പറയട്ടെ. ആ സുഹൈൽ സാറ്. ആ എന്നാ റഷീദ് ക, സാദിഖ് അലി സാഹിബ്, ഷാഫി, അസീസ് ക. അസീസ്ക പറയട്ടെ. ഇങ്ങനെ പറയണം. നമ്മൾ ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു ചെയ്യണം. ഇസ്മാണോ, ഫീലാണോ, ഹർഫാണോ, അങ്ങനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് അറബി പദങ്ങളെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ വാക്കർത്ഥം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലതിൻ്റെ മീനിങ്, വേർഡ് മീനിങ് കിട്ടിയിട്ടില്ലെങ്കിലും അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു, അതിൻ്റെ ഇഅ്റാബ് എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ നോക്കൂട്ടോ, ഞാനൊരു അടിവരട്ടിട്ട് കാണിച്ചു തരാം.
ഇതുണ്ടോ വം അത് വരയാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ അതാ ഇതുണ്ടോ. അല്ല വാക്കർത്ഥം നമുക്ക് നമ്മൾ വെക്കുന്ന പറയുന്ന പെരുമാറുന്ന സ്ഥലങ്ങളിലുള്ള വാക്കർത്ഥം നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് നമ്മളിന് വലിയൊരു കിതാബ് നമ്മൾ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വലിയൊരു ഒരു എന്താണ് നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ദിക്ർ ചൊല്ലുകയാണ്. ആ ദിക്ർ ചൊല്ലുന്ന സമയത്ത് ആ ഒരു പ്രത്യേക സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് അതിലുള്ള ഓരോ പദങ്ങളുടെയും അർത്ഥം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് എന്തു പറയാൻ പറ്റും? അത് ഇസ്മാണ്, അത് ഫീലാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു സെക്കൻഡേ. അപ്പൊ ഇവിടെ അത് ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെയാണ്. അപ്പുറത്ത് കോഴി ഇടക്കിടക്ക് കൂവും ഇവിടെ. ഞാൻ വന്ന് വെള്ളിയാഴ്ച അല്ലേ. അപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ തന്നെ ശ്രദ്ധിക്കണേ കോഴി കൂവുന്നത്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് കൂവിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പ്രത്യേകനും കോഴിയാണത്. നോക്കി. അപ്പൊ ഇവിടെ നമ്മള് കോഴികളെ ചാകരയോ 5-6 കോഴികൾ ഒരുമിച്ചിരുന്ന് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് റഷീദ്ക്ക, നമുക്ക് അങ്ങനെ പുതിയ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്ന സമയത്ത് ചില പദങ്ങൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ പദങ്ങളുടെ മീനിങ് നമുക്ക് ഡിക്ഷണറി നോക്കിയാലും മറ്റൊക്കെ കിട്ടും. പക്ഷെ ആ പദം എങ്ങനെ അങ്ങനെ വന്നു എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാവും. അതെങ്ങനെ അങ്ങനെ വന്നു, അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മൾ ഗ്രാമറിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ അഫ്ആലു എന്നുള്ളത് ഖബറായിട്ടാണ് വന്നത്, കളയപ്പെട്ട മുബ്തദീൻ്റെ ഖബർ. ഇനി അഫ്ആലു എന്നുള്ളത് മുബ്തദ ആയിട്ട് വന്നതാണ് ഞാനിപ്പോൾ അടിവരട്ടത്. വമിൻഹ, ഞാൻ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വമിൻഹ 100 ആമിലുകളിൽ പെട്ടതാണ്. വമിൻഹ 100 ആമിലുകളിൽ, അതിൽ പെട്ടതാണ് എന്നാണ്. അത് എന്ന് പറഞ്ഞാൽ അവകൾ എന്ന് പറഞ്ഞാൽ 100 ആമിലുകൾ, 100 ആമിലുകളിൽ പെട്ടതാണ് അഫ്ആലു ഫിഅലുകൾ. നേരത്തെ ഹൗലായി ഇവകൾ എന്ന് പറഞ്ഞില്ല, ഫിഅലുകൾ. അൽ മദ്ഹി, മദ്ഹിൻ്റെയും വദ്ദമ്മി, ദമ്മിൻ്റെയും ഫിഅലുകൾ എന്തിൽപ്പെട്ടതാണ്? 100 ആമിലുകളിൽ പെട്ടതാണ്. അപ്പൊ ഇവിടെ ഈ വമിൻഹ എന്നുള്ളത് അത് ഒരു 2 പദങ്ങൾ കൂടിയതാണ്. ഏതാ 2 പദങ്ങൾ കൂടിയിരിക്കണേ? മിൻ എന്നുള്ള ജറ് ചെയ്യുന്ന അക്ഷരം കൂടി, മിൻ എന്നുള്ള ജറ് ചെയ്യുന്ന ഒരു അക്ഷരം, ഹ എന്ന ഒരു മജ്റൂറും. ഹ എന്നത് ഒരു ലമീറാണ്, പ്രൊനൗണാണ്, അവ എന്നതിനെ സൂചിപ്പിക്കുന്നു. ആ അവകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം 100 ആമിലുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ജറ് ചെയ്യുന്ന മിന്നും ഹ എന്ന മജ്റൂറും കൂടിയതാണ് എന്തിൻ്റെ ഖബർ? അഫ്ആലു എന്നതിൻ്റെ ഖബർ. അപ്പോൾ ഫിഅലുകൾ ആകുന്നത് മദ്ഹിൻ്റെയും ദമ്മിൻ്റെയും ഫിഅലുകളാകുന്നത് മിൻഹ 100 ആമിലുകളിൽ പെട്ടതാണ്. അപ്പം അതൊക്കെ പാടെ കൂടിയിട്ട് ഈ പറയപ്പെട്ട സെൻറ്റൻസ് ഒക്കെ പാടെ കൂടിയിട്ട് എന്തായി? ഒരു പൂർണ്ണമായ ഒരാശയം കിട്ടി. അതൊരു ഇസ്മിയായ ജുംലയും ആയി. ഓർഡർ തെറ്റിച്ച് പറഞ്ഞു. ശരിക്ക് മുബ്തദ പറഞ്ഞിട്ട് ഖബർ പറയുകയാണ് വേണ്ടത്, അല്ലേ? ഖബർ ആദ്യം മുബ്തദ, പിന്നെ ഖബർ, ആദ്യം ഫെയില്,
പിന്നെ ഫായില്, പിന്നെ മഫൂല്, അങ്ങനെ പറയണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ മുബ്തദഇനെ ഒന്ന് പുറകിലേക്ക് കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവന്നതുപോലെ. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സ്ഥലത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അപ്പൊ നോക്ക് നിങ്ങൾ, ഒമിൻഹ അവകളിൽ പെട്ടതാണ് അഫ്ആലു ഫീലുകൾ. എങ്ങനെയുള്ള ഫീലുകൾ? എങ്ങനത്തെ ഫീലുകളാണ്? എല്ലാ ഫീലുകളും ആണോ? അല്ല, അൽ മദ്ഹി, മദ്ഹിന്റെ ഫീലുകൾ. മദ്ഹിന്റെ മാത്രാണോ? വദ്ദമ്മി, ദമ്മിന്റെയും ഫീലുകൾ. മദ്ഹിന്റെയും ദമ്മിന്റെയും ഫീലുകൾ. തീർന്നില്ല. ഇനി നോക്കണം നിങ്ങൾ, തർഫഉ എങ്ങനെയുള്ള മദ്ഹിന്റെയും ദമ്മിന്റെയും ഫീലുകളാണ്? തർഫഉ അവകൾ റഫ് ചെയ്യും. തർഫഉ അവകൾ റഫ് ചെയ്യും. എന്തിനിക്ക് റഫ് ചെയ്യും? ഇസ്മൽ ജിൻസി, ഒരു ഇസ്മ ജിൻസിനിക്ക്, ഒരു കൂട്ടത്തിൻ്റെ പേരിനിക്ക്, ഒരു കൂട്ടം വസ്തുക്കൾക്ക് പറയുന്ന ഒരു പേരിനിക്ക്, അങ്ങനത്തെ ഒരു പദത്തിനിക്ക് റഫ് ചെയ്യും. ആദ്യം നമുക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് പറയാം. ഇവിടെ കണ്ടോ നിങ്ങൾ, നിഅമസ്സദീഖു ചങ്ങാതി നന്നായിരിക്കുന്നു, കൂട്ടുകാരൻ നന്നായിരിക്കുന്നു. അപ്പൊ അവിടെ നോക്ക് നിങ്ങൾ, അസ്വദീഖു അത് കൂട്ടുകാരൻ എന്നുള്ളതാണ്. അത് കേവലം ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തിയെക്കുറിച്ചല്ല, അത് ആർക്കും പറയാം. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ പുറത്ത ആളാണ്, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളാണ്. അപ്പോൾ കൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അത് പറയുന്ന ഒരു പേരാണ് അസ്വദീഖ് എന്നുള്ളത്. അപ്പൊ അസ്വദീഖു എന്ന ഇസ്മിനിക്ക് നിഅമ എന്ന മദ്ഹിന്റെ ഫിഇല്, ശ്രദ്ധിക്കണേ, നിഅമ എന്ന മദ്ഹിന്റെ ഫിഇല് റഫ് ചെയ്തു. കൂട്ടുകാർ, കൂട്ടുകാരുടെ വർഗം നന്നായിരിക്കുന്നു. കൂട്ടുകാരെ എല്ലാവരും, അവരുടെ മൊത്തം ഏത് കൂട്ടുകാരെടുത്ത് പരിശോധിച്ചാലും കൂട്ടുകാർ എന്ന് പറയാൻ പറ്റുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ നന്നായിരിക്കുന്നു, മഹത്വമുള്ളവരായിരിക്കുന്നു ആണോ മദ്ഹ് പറഞ്ഞു. പ്രത്യേകിച്ച് അൽ കിതാബു, ബുക്ക്, കിതാബ്. അപ്പൊ അവിടെ അൽ കിതാബു ബുക്ക്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം ഏതുള്ളൂ? അസ്വദീഖു എന്നുള്ളതുള്ളൂ. ശേഷമുള്ളതിനും റഫ് കിട്ടും. അത് നമ്മളിപ്പോൾ ഈ ചെറിയ കിതാബാവുകൊണ്ട് ഇവിടെ പറയുന്നില്ല, ഇതിൻ്റെ വിശദീകരണം. അപ്പോൾ ഈ അസ്വദീഖു എന്നുള്ളതിൽ നിങ്ങൾക്ക് കാണാം ഒരു അലിഫ്ലാം കാണാം, അല്ലേ? സ്വദീഖ്, അതിനോടുകൂടെ ഒരു അലിഫ്ലാം ചേരുമ്പോഴാണ് അസ്വദീഖു എന്നാകുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് മറ്റൊന്നും കൂടി കാണാം, ബിഇസ മോശമായിരിക്കുന്നു, അൽ ഖുലുഖു സ്വഭാവം മോശമായിരിക്കുന്നു. അപ്പോൾ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, എന്താണ്, ഒരു ജിൻസിനിക്കുള്ള, ഒരു കൂട്ടത്തിനിക്കുള്ള ഇസ്മാണ്. ആ സ്വഭാവത്തിൽ വിശ്വസ്തത ഉണ്ട്, സത്യസന്ധത ഉണ്ട്, വഞ്ചന കാണിക്കലുണ്ട്, എല്ലാം ഉണ്ട് അതിൽ. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ അൽ ഖുലുഖു എന്ന അലിഫ്ലാമു കൊണ്ട് മഅരിഫ ആക്കപ്പെട്ട ഒരു ഇസ്മ ജിൻസിനിക്ക് റഫ് ചെയ്തു ബിഇസ എന്ന ദമ്മിന്റെ ഫിഇല്. ബിഇസ എന്ന ദമ്മിന്റെ ഫിഇല് റഫ് ചെയ്തു. അടുത്ത ഉദാഹരണം നിങ്ങൾക്ക് കാണാം, സാഅ, സാഅൽ ഖൗലു. അൽ ഖൗൽ സംസാരം, വാക്ക് എന്നൊക്കെ പറയാം. വാക്ക് മോശമായിരിക്കുന്നു, പറച്ചിൽ മോശമായിരിക്കുന്നു. അപ്പം ആ പറച്ചിൽ എന്നുള്ളത് ഒരു കൂട്ടം, അലിഫ്ലാം ഉണ്ട് എന്നാണ്. അപ്പൊ സാഅ എന്ന ദമ്മിന്റെ ഫിഇല് അൽ ഖൗലു എന്നുള്ളതിലേക്ക് റഫ് ചെയ്തു. വഹബ്ബദ, അവിടെയാണ് ഹബ്ബദ നന്നായി. അപ്പൊ നിഅമയും ഹബ്ബദയും സ്തുതി പറയുന്ന, മഹത്വം പറയുന്നതാണ് സാഅയും
ബിഇസയും ദമ്മ് ആക്ഷേപം ഉന്നയിക്കാനുള്ള, മോശം പറയാനുള്ള ഫീലുകളാണ്. അപ്പോൾ നിഅമ, ഹബ്ബബ മദ്ഹിന്റെ ഫീലുകൾ, ബിഇസ, സാഅ ദമ്മിന്റെ ഫീലുകൾ. ഈ രൂപത്തിൽ ഈ 4 ഫീലുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ ആണോ? ആ അതെ അതെ, സു എന്നാണ് മസ്തർ വരിക. അതിൻ്റെ മാലിയായ ഭാഗമാണ് സാ. അതിന് അസാ എന്ന് വരും അഫ്അല ഭാഗം. അതുപോലെ അങ്ങനെയൊക്കെ വരും, പല ഫീലുകൾ വരും. അസാ യുസി, ഇസാ അത്തൻ, മുസി ഉൻ. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് ഞാൻ ഒന്ന് വേഗത കുറക്കാൻ കാരണം നമ്മൾ കുറച്ചും കൂടി വേഗത്തിലാണ് പോയിരുന്നത്. ഇവിടെ ആ തെർക്കീബും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിൻഹ ജറ് ചെയ്യുന്ന മിന്നും ഹായും, ഹാ എന്നുള്ള മജ്റൂറും, അത് ഖബർ മുന്തി വന്നു. അഫ്ആലു മുബ്തദ, അൽ മദ്ഹി മുളാഫിൻ ഇലൈഹി, വ അത്ഫിൻ്റെ അക്ഷരം, അദ്ദമ്മി മഅതൂഫ്. അപ്പോൾ മഅതൂഫ് അലൈഹി എന്നാണ് പറയാം കേട്ടോ. അതിൻ്റെ മുമ്പുള്ളതിന് ഇങ്ങനെ വരുന്ന ആൻഡും ഇട്ട് വരുമ്പോൾ വരുന്നതിൻ്റെ മുമ്പുള്ളതിന് മഅതൂഫ് അലൈഹി എന്ന് പറയും. മഅതൂഫ് അലൈഹിക്ക് എന്താണോ ഇറാബ് അത് തന്നെ മഅതൂഫിനുണ്ടാകുക. ഇപ്പം നോക്കാം, അൽ മദ്ഹി എന്നുള്ളിടത്ത് ജറാണ്, കസ്റത്ത് കൊണ്ടാണ് ജറ്. അതുപോലെ തന്നെ വദ്ദമ്മി എന്നുള്ളിടത്തും കസ്റത്ത് കൊണ്ടാണ് ജറ്. പിന്നെ തർഫഉ, ഇവകൾ റഫ് ചെയ്യും. എന്തിനിക്ക് റഫ് ചെയ്യും? ഇസ്മൽ ജിൻസി, ഒരു ജിൻസിന്റെ ഇസ്മിനിക്ക് റഫ് ചെയ്യും. എങ്ങനെയുള്ള ജിൻസിന്റെ ഇസ്മാണ്? അൽ മുഅറഫി, മഅരിഫയാക്കപ്പെട്ട. എന്തുകൊണ്ട് മഅരിഫയാക്കപ്പെട്ട? ബിൽ അലിഫി വല്ലാമി, അലിഫും ലാമും കൊണ്ട്. അലിഫ് ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ട ജിൻസിന്റെ ഇസ്മിനിക്ക്. അപ്പോ അവിടെ അസ്സദീഖു, അൽ ഖുലുഖു, അൽ ഖൗലു തുടങ്ങി അലിഫ് ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ട ഒരു ജിൻസിന്റെ ഇസ്മിനിക്ക് റഫ് ചെയ്യും. അപ്പൊ തർഫഉ ഫിഅ്ലു മുളാരിഅ്, മർഫൂഅ് അല്ലേ, റഫ് ആണ്. റഫ് ലമ്മത്ത് കൊണ്ട് റഫ്, അതിലുള്ള ലമീർ ഫായില്, ഫായിലിന് ഇഅ്റാബ് റഫ്. ലമീർ ആയതുകൊണ്ട് റഫ് കാണുന്നില്ല, പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇസ്മ മഫ്ഊല്, മഫ്ഊലിന് ഇഅ്റാബ് നസ്ബ്. എങ്ങനെയാ നസ്ബ്? ഇവിടെ ഫത്ഹത്ത് കൊണ്ട് നസ്ബ്. മീമിൻ്റെ മേലൊരു ഫത്ഹ് കണ്ടില്ല നിങ്ങൾ? ഫത്ഹത്ത് കൊണ്ട് നസ്ബ്. നസ്ബ് ചെയ്ത ആമില് തർഫഉ എന്ന ഫിഅല്. അൽ ജിൻസി മുളാഫ് ഇലൈഹി, മുളാഫ് ഇലൈഹിക്ക് ഇഅ്റാബ് ജറ്, കസ്റത്ത് കൊണ്ട് ജറ്. ജറ് ചെയ്ത ആമില് അതിൻ്റെ മുമ്പുള്ള ഇസ്മ എന്ന മുളാഫ്. അൽ മുഅറഫി സിഫത്ത്, നഅത്ത് നമ്മൾ പഠിച്ചിരുന്നു നഹ്വുൽ വാദി. അൽ മുഅറഫി മഅരിഫയാക്കപ്പെട്ടതായ ജിൻസ് എന്നാണ്. അപ്പോൾ സിഫത്തിന് ഇഅ്റാബ് മൗസൂഫിൻ്റെ ഇഅ്റാബ്, അതിൻ്റെ മുമ്പുള്ള ജിൻസി അതിന് കസ്റാണ്, ജറാണ്. അതുപോലെ അൽ മുഅറഫി കസ്റത്ത് കൊണ്ട് ജറ് ചെയ്തു. ബിൽ അലിഫി, ബാ ഹർഫ് ജറ്. അൽ അലിഫി മജ്റൂർ, മജ്റൂറിന് ഇഅ്റാബ് ജറ്. ജറ് കസ്റത്ത് കൊണ്ട് ജറ്, ജറ് കൊടുത്ത ആമില് ബാ എന്ന ജാറ്. വ അത്ഫ്
അല്ലാമി മഅത്തൂഫ്. മഅത്തൂഫിന് ഇറാബ് മഅത്തൂഫ് അലൈഹിയുടെ ഇറാബ്. മഅത്തൂഫ് അലൈഹിക്ക് കസ്റത്ത് കൊണ്ട് ജറായതുകൊണ്ട് ഇവിടെയും കസ്റത്ത് കൊണ്ട് ജറ്. ഓക്കെ ആണോ? ഷാഫി, അസീസ്ക പറയും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ. പ്രശ്നമുണ്ടോ റാഫിക്ക? ആരാ മൈക്ക് ഓണാക്കി തരുന്ന, അൺമ്യൂട്ടാക്കുന്ന? ഇങ്ങനെ പറയണം. ഇങ്ങനെ പറയില്ലേ നീ നാളെ മുതൽ, അടുത്ത ദിവസം മുതൽ. അസീസ്ക്കൊന്നും പറഞ്ഞില്ലല്ലോ. എവിടെ? മനസ്സിലായിട്ടില്ലേ? പേടിക്കാനൊന്നുമില്ല. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടാവും. ഇല്ലല്ല, അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇസ്മാണോ ഫീലാണോ ഹർഫാണോ. യെസ്, ഇങ്ങനെ നമ്മൾ ഓരോ പദം വായിക്കുമ്പോഴും അതിൻ്റെ ഭാഗം ഇങ്ങനെ നമ്മൾ ഞാനീ പറയണത് വായിക്കുന്ന സമയത്ത്, ഓരോ പദം വായിക്കുന്ന സമയത്തും നിങ്ങളെ മനസ്സിലും ഈ ചിന്ത വരണം. അപ്പോൾ നമുക്ക് അറബി ഫ്ലുവൻ്റ് ആവും. നേരും വഹിയ, ഞാനൊന്നുകൂടി പറഞ്ഞുതരാം. വഹിയ അവകൾ, അവകൾ അത് മുബത്തതാണ്. നിഅമ, നിഅമയാണ്. കുറച്ച് കഴിഞ്ഞാൽ വബിഇസ, ബിഇസയും ആണ്. കുറച്ച് കഴിഞ്ഞാൽ വസാഅ, സാഅയുമാണ്. ഉദാഹരണത്തിൻ്റെ ഗ്യാപ്പ് എടുത്താൽ പറയുന്നുണ്ട്. വഹബ്ബദ, ഹബ്ബദയുമാണ്. അപ്പോൾ വഹിയ എന്നുള്ള മുബ്തദയുടെ, വഹിയ എന്നുള്ള മുബ്തദയുടെ ഖബർ ആണ് നിഅമ, പിന്നെ ബിഇസ, സാഅ, ഹബ്ബദ എന്നുള്ളത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കും. നമുക്കും ഇതേ രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും അറബിയിൽ എഴുതാനും സംസാരിക്കാനും വായിക്കാനും കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത, അങ്ങനെ പഠിക്കുന്നതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നിഅമ, അതിൻ്റെ ഉദാഹരണം കണ്ടോ? നിഅമ സ്വദീഖു, കൂട്ടുകാരുടെ വർഗം നന്നായിരിക്കുന്നു. അൽ കിതാബ്, പ്രത്യേകിച്ച് ബുക്ക്, നല്ല ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. നമ്മൾ സാധാരണ നമ്മുടെ കൂട്ടുകാരനല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ കൂട്ടുകാരും ഉദ്ദേശിക്കുമെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? അൽ കിതാബ്, ബുക്കാണ്, പുസ്തകം, പ്രത്യേകിച്ച് പുസ്തകം. ബിഇസ, ബിഇസൽ ഖുലുഖു, സ്വഭാവത്തിൻ്റെ വർഗം, സ്വഭാവങ്ങളുടെ വർഗം മോശമായിരിക്കുന്നു. പ്രത്യേകിച്ച് അൽ ഖിയാനത്തു, വഞ്ചന, വഞ്ചന എന്നുള്ള സ്വഭാവം വളരെ മോശം. നമ്മൾ ചില സമയങ്ങളിൽ ചിലത് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉഷാറായിരിക്കുന്നു. പ്രത്യേകിച്ച് ആര്? നമ്മുടെ സാദിഖ് അലി എന്ന് പറയും. പ്രത്യേകിച്ച് ആരാണ് സാറ്? സാദിഖ് അലി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉദ്ദേശം തരുന്നു, എനിക്ക് സാദിഖ് അലിനെ മദ്ഹ് പറയാന്നുള്ളതാണ്. അതേപോലെ ഈ നാട്ടിലെല്ലാവരും കച്ചറക്കാരാണ്. പ്രത്യേകിച്ച് ഒരാളെ പേര് പറഞ്ഞു, ഫഹദ് എന്ന് പറഞ്ഞു വിചാരിക്കും, യഥാർത്ഥ പേര്. അവിടെ ഉദ്ദേശം എന്താണ്? ആ പേരിലുള്ള ഒരാളെ എന്ത് ചെയ്യണം? ആക്ഷേപിക്കണം. അങ്ങനെ ഘട്ടങ്ങൾ വരുമല്ലോ നമുക്ക്, പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ടി വരും. അല്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ നന്നായിരിക്കും, നിഅമർ റജുലു, മനുഷ്യന്മാരൊക്കെ നന്നായിരിക്കുന്നു. ഫഹദുൻ, ആര്? പ്രത്യേകിച്ച് ആരാ നന്നായിരിക്കുന്നത്? ഫഹദ് നന്നായിരിക്കുന്നു. നന്നായിക്കണു, ഒരു മുമ്പ് മോശമായിരുന്നു, ഇപ്പം നന്നായിരിക്കണം.
അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അപ്പോൾ ആ ഫഹദിനെ മദ്ഹ് പറയേണ്ട ഒരു പ്രത്യേക സ്ഥലമായിരുന്നു അത്. അങ്ങനത്തെ ഘട്ടങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ മോശപ്പെട്ട സ്വഭാവങ്ങളും മോശം തന്നെയാണ്. പ്രത്യേകിച്ച് ഏത് സ്വഭാവം? വഞ്ചന കാണിക്കുക. അൽ ഖൗലു, സംസാരം മോശമാണ്. പ്രത്യേകിച്ച് അൽ കദിബു, കളവ് പറയുക എന്ന്, കള്ളം പറയാം. അപ്പം കള്ളം എന്ന് പറഞ്ഞാൽ, നുണ പറയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്ന് കാണിക്കാനുള്ള ഒരു സന്ദർഭങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത്. വഹബ്ബദൽ ഖുലുഖു, സ്വഭാവം നന്നായിരിക്കുന്നു. പ്രത്യേകിച്ച് അൽ അമാനത്തു, ഏത്? വിശ്വസ്തത. ഒരു കാര്യം ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വസിച്ചത് അതാണ് അവ കീപ്പ് ചെയ്യുക, അമാനത്ത്. അപ്പം ഇവിടെയൊക്കെ ആ അലിഫ്ലാമ് കൊണ്ട് മഅരിഫയാക്കപ്പെട്ട ആ ഇസ്മു ജിൻസിനിക്ക് റഫ് ചെയ്തു, അതിന് ശേഷം പ്രത്യേകമാകുന്ന ഒന്നിനിക്കും റഫ് ചെയ്തു, രണ്ടിനും റഫ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മളെ ഉദ്ദേശം ഇപ്പോൾ ഈ ഇങ്ങനത്തെ റഫ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഒന്നുകൂടി വിശദീകരണത്തിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ വലിയ ഭാഗങ്ങളിൽ പറയും. അതിനുശേഷം പ്രത്യേകമാകുന്ന ഇത് ഒരു ഭാഗം കൂടി പറയും. ഹദീസിലൊക്കെ കാണാം, നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹി, നല്ല മനുഷ്യർക്ക് നല്ല സമ്പത്ത് നന്നായിരിക്കുന്നു. നല്ല ആളുകൾക്ക് നല്ല സമ്പത്ത് നന്നായിരിക്കുന്നു. അല്ലെങ്കിൽ അതുപോലെ നിഅമർ റജുലു, മനുഷ്യർ നന്നായി. ആയത്തിലൊക്കെ കാണാലോ, അവ്വാബ്, അവർ ഏറ്റവും കൂടുതൽ തൗബ ചെയ്യുന്ന, ഖേദിച്ചു മടങ്ങുന്നവരാണ് അവർ പറഞ്ഞിട്ട് ആയത്തിൽ നിഅമ അങ്ങനെ കാണാം. അപ്പോൾ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, കാര്യം ഏറ്റെടുക്കുന്നവർ നന്നായിരിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്മു ജിൻസാണ്. അപ്പോൾ അൽ വക്കീലു എന്നതിനിക്ക് റഫ് ചെയ്തത് നിഅമ എന്ന പദമാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞപ്പെട്ടതിൻ്റെ എല്ലാത്തിൻ്റെയും ഇറാബും തർക്കീബും ഒക്കെ പറഞ്ഞു കേട്ടോ. പറയാത്ത ഒന്ന് രണ്ടെണ്ണം കൂടി പറയാം. നഹ്വു, നഹ്വു അതൊരു കളയപ്പെട്ട മുത്താൻ്റെ ഖബറാണ്. പോലെ, നിഅമസ്സദീഖുൽ കിതാബു എന്നത് പോലെയാണ്. അപ്പം അതിൻ്റെ ഉദാഹരണമാകുന്നത് എന്നൊരു മുത്ത കളയപ്പെടും. മിസാലുഹു, നിഅമതിന് ശേഷം മിസാലുഹു, ആ നിഅമയുടെ ഉദാഹരണമാകുന്നത് ഏതുപോലെയാണ്? നഹ്വു നിഅമസ്സദീഖുൽ കിതാബു പോലെയാണ്. അപ്പം നിഅമ മദ്ഹിൻ്റെ ഫിഅല്, അസ്സദീഖു അത് നിഅമൻ്റെ ഇസ്മിനിക്ക് റഫ് കൊടുത്തത് മദ്ഹിൻ്റെ ഫിഅലായ നിഅമ. അൽ കിതാബു എന്നുള്ളത് പ്രത്യേകമായ മറ്റൊരു ഇസ്മ. വ ബിഅ്സ, അവിടെയും മിസാലുഹു അതിൻ്റെ ഉദാഹരണം ബിഅ്സൽ ഖുലുഖു അൽ ഖിയാനത്തു എന്നതാണ്. മിസാലുഹു നഹ്വു ബിഅ്സൽ ഖുലുഖു അൽ ഖിയാനത്തു. ബിഅ്സ ദമ്മിൻ്റെ ഫിഅല്, അൽ ഖുലുഖു അതിൻ്റെ ഇസ്മ, റഫ് ചെയ്ത ആമില്, ലാഹിറത്തായ ലമ്മത്തുകൊണ്ട് റഫ് ചെയ്ത ആമില്, ബിഅ്സ എന്ന ദമ്മിൻ്റെ ഫിഅല്, അൽ ഖിയാനത്തു പ്രത്യേകമായ ഇസ്മ, അതിനിക്കും റഫ് ചെയ്തത് ബിഅ്സ എന്നുള്ള ദമ്മിൻ്റെ ഫിഅല്. സായാവുമ്പോഴും അങ്ങനെ തന്നെ, ഹബ്ബദ ആകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. ഇവകളൊക്കെ ഫിഅലുകളാണ്. മദ്ഹ് പറയാൻ ഉപയോഗിക്കുന്ന, ദമ്മ് പറയാനും ഉപയോഗിക്കുന്ന ഫിഅലുകളാണ് ഇവകൾ. ഈ നാലും 100 ആമിലുകളിൽ പെട്ടത് ആണ്. ക്ലിയർ ആണോ? നീ പറയണോ? ഞാൻ ആവർത്തിക്കണോ? അസീസ്ക
ഇന്ന് നമ്മളെടുത്ത ക്ലാസ് ഉണ്ടല്ലോ, അത് പല തവണ നിങ്ങൾ കേൾക്കണം. അതിൽ നമ്മളാ പറഞ്ഞ ഇറാബുകളും തെർക്കീബുകളൊക്കെ നമ്മൾ ഇനി പറയുന്ന ഭാഗങ്ങളിലും നമുക്കിങ്ങനെ പറയാൻ കഴിയും. ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്തും ദിക്റുകൾ ചൊല്ലുന്ന സമയത്തും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഇത് മുബത്തദാണോ, ഇത് ഇസ്മാണോ, ഇത് ഫീലാണോ, ഇത് ഹർഫാണോ, ഇതെന്താ സംഗതി, ഇവിടെ എങ്ങനെയാണ്, എന്താ ഇവിടെ അങ്ങനെ വായിച്ചത്, ഞാൻ എന്തിനാ അങ്ങനെ വായിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ വായിച്ചാൽ എനിക്കെന്താ കുഴപ്പം, ഇങ്ങനെ വായിച്ചാൽ എന്താ അർത്ഥത്തിൽ വ്യത്യാസം എന്നൊക്കെ നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ വായിക്കുന്ന, നമ്മൾ പെരുമാറുന്ന ഹദീസുകളിലും ഇതിലൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് വളരെ കൃത്യമായി നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. പെട്ടെന്നായിട്ടില്ലെങ്കിലും കുറേ കഴിയും. ഇനി നിങ്ങൾക്ക് മുബ്തദവും ഖബറും എന്താണെന്നുള്ളത് പറയാൻ കഴിയും. മുബ്തദവും ഖബറും എന്താണെന്ന് പറയാൻ കഴിയും. ഒരു ഫീല് വന്നാൽ ഫായിലും മഫൂലും ഉണ്ടാവും. ചിലപ്പോൾ മഫൂലും ഉണ്ടാവും, ഫായിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒരു ജെറ് ചെയ്യുന്ന അക്ഷരം വന്നാൽ മജ്റൂർ ഉണ്ടാവും, അതിനൊക്കെ ജെറ് കിട്ടും, കസ്റത്ത് കൊണ്ട് കിട്ടും. നമുക്ക് എന്ത് ചെയ്യും, പല ശ്രവണങ്ങൾ പല വിഷയങ്ങളിൽ ഇങ്ങനെ മനസ്സിലാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ വേറൊരു പേജ് എടുത്ത് കാണിച്ചു തരാം. 134 ഇതാ, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ കാന നട ബാബു അധ്യായമാണ്. എന്തിനെ കുറിച്ചുള്ള അധ്യായം? അൽ-അഫ്ആലി, ഫിഇലുകളെ കുറിച്ചുള്ള അധ്യായം. എങ്ങനെയുള്ളതായ ഫിഇലുകളെ കുറിച്ചുള്ള അധ്യായം? അല്ലത്തി തർഫഉ, ആ ഫിഇലുകൾ റഫ് ചെയ്യും. എന്തിനിക്ക് റഫ് ചെയ്യും? അൽ മുബ്തദ, മുബ്തദഇനിക്ക് റഫ് ചെയ്യും. അത് മാത്രമാണോ ചെയ്യുക? വ തൻസിബു, അവകൾ നസ്ബ് ചെയ്യും. അൽ ഖബറ, ഖബറിനിക്ക് നസ്ബും ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ ഖബറിനിക്ക് നസ്ബും മുബ്തദഇന് റഫ്ഉം ചെയ്യുന്ന ഫിഇലുകളെ കുറിച്ച് പറയുന്ന അധ്യായമാണ് ഇത്. അപ്പോൾ ഹാദാ എന്നവിടെ മുമ്പ് കളഞ്ഞിട്ടുണ്ടാവും. ഹാദാ എന്നുള്ളൊരു മുബ്ത, അതിൻ്റെ ഖബറാണ് ബാബു എന്നുള്ളത്. അൽ അഫ്ആലി എന്നുള്ളത് മുളാഫ് ഇലൈഹിയാണ്. അല്ലത്തി എന്നുള്ളത് സിഫത്താണ്. തർഫഉ ഫീല് മുദാരിയാണ്, ദമീറാണ് അതിൻ്റെ ഫായിൽ. അൽ മുബ്തദ അതിൻ്റെ മഫൂലാണ്. വ അത്തുഫാണ്. തൻസിബു മഅ്തൂഫാണ്, മുദാരിയായ ഫീലാണ്, ലമ്മത്ത് കൊണ്ട് റഫാണ്. അൽ ഖബറ ആ തൻസിബു എന്നുള്ളതിൻ്റെ മഫൂലാണ്. കണ്ട ക്ലിയറാണോ? ഇവിടെ റാഫിക്ക, ബഷീർക്ക, വഹിയ അവകൾ, വഹിയ അവകളാകുന്നത്, കാനയാണ്, വസാറ സാറയുമാണ്, വ അസ്ബഹ വ അംസ വ അദ്ഹ വ നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചതായില്ലേ. വ ബാത്ത വ മാദാമ വ മാസാല വ മാ ബരിഹ വ മാ ഫതിഅ വ മൻ ഫക്ക വ ലൈസ വ മാ യതസറഫു മിൻഹുന്ന, ഇവകളിൽ നിന്നും സർഫായി വരുന്നതുമാണ്. അപ്പോൾ വഹിയ എന്നുള്ള മുബ്തദയുടെ ഖബറാണ് കാന, സറ, അസ്ബഹ, അംസ, അദ്ഹ, വല്ല, ബാത്ത മൊത്തം എന്നുള്ളത്. നഹ്വു കണ്ടോ, അവിടെയും തന്നെ കളയപ്പെട്ട മുത്താൻ്റെ ഖബറാണ്. മിസാലു, അതിന് സർഫായ രൂപം ഏതുപോലെയാണ്? നഹ്വു യദല്ലു, ലല്ല എന്ന് പറഞ്ഞാൽ ലല്ല മാത്രമല്ല, അതിൻ്റെ മുദാരിയും വരും. ബാത്തൻ്റെ യബീത്ത് വരും, കാനൻ്റെ യക്കൂന് വരും. ഫഹാദിഹിൽ അഫ്ആലു, ഈ ഫിഇലുകൾ, തർഫഉ ഈ ഫിഇലുകൾ റഫ് ചെയ്യും. അൽ മുബ്തദ മുബ്തദഇനിക്ക് റഫ് ചെയ്യും. വതൻസിബുൽ ഖബറ ഖബറിനിക്ക് നസ്ബും ചെയ്യും. ഇങ്ങനെയാണ് പടം. നമ്മൾ പഠിച്ച അതേ സംഗതികൾ തന്നെ വന്നിട്ടുണ്ട്. തഖൂലു നീ പറയും, ഫീല് ഫായില്. കാന
സൈദുൻ ഖായിമൻ. റഫഅത നീ റഫ് ചെയ്തു എന്തിനിക്ക് സൈദൻ സൈദിനിക്ക് റഫ് ചെയ്തു. ലിഅന്നഹു ഇസ്മു കാന അത് കാനന്റെ ഇസ്മാണ്. വനസബ്ത ഖായിമൻ ഖായിം എന്നുള്ളതിനിക്ക് നീ നസ്ബ് ചെയ്തു. ലിഅന്നഹു ഖബറുഹു അതിന്റെ ഖബറാണ്. ഇങ്ങനെ ഇപ്പം നമ്മൾ പെട്ടെന്ന് എത്തിയ ഇനി വരാൻ പോകുന്ന ഒരു കിതാബാണിത്. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിച്ചതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് തന്നതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫാറൂഖ് ഭായ് കുറച്ച് വൈകിയില്ലേ? ഇന്നത്തെ റെക്കോർഡിൻ്റെ ആദ്യത്തെ കേൾക്കണേ, റെക്കോർഡ് കേൾക്കണം. ആ, ഞാൻ കുറച്ച് വൈകി. റെക്കോർഡ് കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. അതുപോലെ നാളെ ക്ലാസ്സിലല്ലോ, നാളെ ഇല്ല, മറ്റന്നില്ല, നാളെ മറ്റന്നാളും ഒന്ന് അടിച്ചു വിട്ട് കേട്ടാൽ മതി. ഇങ്ങനെ സ്പീഡിലായിട്ട് റെക്കോർഡ് കേൾക്കണം. ഷാഫി 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 പറഞ്ഞ ഷാഫിയുടെ ഫോണ് ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് വോയിസ് കേൾക്കാത്തത്. ആവർത്തിച്ച് കേൾക്കണം. ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ ആവർത്തിച്ച് കേൾക്കണം ഇൻഷാ അല്ലാഹ്. വേറെ അസീസ്ക, റഷീദ്ക, റാഫിക്ക എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് കുറച്ച് ആവർത്തിച്ച് കേൾക്കണം. ഇനി നമുക്ക് ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്ന സമയത്തും പറയുന്ന സമയത്തും ഇതെന്ത് ചെയ്യണം? ആവണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ കോർഡിനേറ്റർ സിദാൻ സാറ് കയറിയിട്ടുണ്ട്. സാറിന് മൈക്ക് കൈമാറുകയാണ് ഇൻഷാ അല്ലാഹ്.